ഉരുൾപൊട്ടൽ തകർത്ത ചൂരൽമലയിലേക്കുള്ള വഴിയാണിത്. രക്ഷാദൗത്യത്തിന് തയ്യാറായി എത്തിയ JCB തുടങ്ങിയ യന്ത്ര സംവിധാനങ്ങളാണ് ഇവിടെ എവിടെ നോക്കിയാലും. ജീവൻ്റെ തുടുപ്പ് തേടാനായി അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തകർ സജ്ജമാവുകയാണ്. ഈ ചെളി നിറഞ്ഞ പാതയിലൂടെ കുറച്ചധികം നടക്കാനുണ്ട്. മുട്ടറ്റം ചെളിയായിരുന്നു ഇവിടെ. പ്രവർത്തകർ വൃത്തിയാക്കിയാണ് ഈ ഒരു പാതയൊരുക്കിയത്. റോഡിന് ഇരുഭാഗത്തും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ആംബുലൻസും ഓഫ് റോഡ് ജീപ്പും കേരള പോലീസിൻ്റെ വാഹനങ്ങളും നമുക്കിവിടെ കാണാം. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വാഹനങ്ങളും കടകളും വീടുകളുമാണ് ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്നത്. ഇന്നലെ വരെ കളിച്ചും ചിരിച്ചും ഒത്തുകൂടലുമായി തിരക്കേറിയ ഒരു കവല ഒറ്റ രാത്രി കൊണ്ടാണ് നിശ്ചലമായത്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ആരംഭിച്ച കൊച്ചു കടകളും സംരംഭങ്ങളും എല്ലാം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ശൂന്യമായി. മണ്ണെടുത്ത കവലയിൽ ചെളിക്കെട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. മഴ ഒരു വില്ലനായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീംസും മറ്റ് പ്രവർത്തകരും രാവിലെ തന്നെ കൈമെയ് മറന്ന് ഇവിടെ തെരച്ചിൽ നടത്താൻ പോവുകയാണ്. വാർത്തകൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമപ്രവർത്തകരും ബെയിലി പാലം കടന്നു വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനവും നമുക്ക് കാണാം. ഇതുകൂടാതെ ഇന്ത്യൻ ആർമിയുടെ വലിയൊരു സേന തന്നെ നമുക്കിവിടെ കാണാം. കൈമെയ് മറന്ന് ഒരു തരി ജീവനെയെങ്കിലും തിരിച്ചു പിടിക്കാനായി എല്ലാ സജ്ജീകരണങ്ങളുമായി അവർ സജീവമാണ്. ഇവിടെയൊക്കെയും ചായക്കടകളും ബാങ്കുകളും വർക്ക്ഷോപ്പും ചെരുപ്പ് കടകളും മറ്റു പല ചെറുകിട ചന്തകളുമൊക്കെയായി സജീവമായിരുന്ന സ്ഥലമാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതായത്. ഒരുപാട് പ്രതീക്ഷകളുമായി കുഞ്ഞു ജീവിതം കെട്ടിപ്പടുത്ത ഒരു കൊച്ചു ഗ്രാമം പാടിയില്ലാതായി. ഇന്ത്യൻ ആർമി നിർമ്മിച്ച ബെയിലി പാലമാണ് ഈ കാണുന്നത്. സൈനികർ വെറും 24 മണിക്കൂർ കൊണ്ടാണ് മുണ്ടക്കൈ തോടിന് കുറുകെ ഈ പാലം പണിതത്. രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈ ഭാഗത്തും അട്ടമല ഭാഗത്തും എത്തിപ്പെടാൻ ഈ ഒരൊറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നൊലിച്ചുപോയി. ബെയിലി പാലത്തിന് സമീപമായി ഇന്ത്യൻ ആർമി തീർത്ത ഒരു ചെറിയ പാലവും കാണാം. നമുക്ക് അതിലൂടെ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് നടക്കാം. താഴെ മുണ്ടക്കൈ തോട് രോക്ഷാകുലനായി കുതിച്ചു പായുന്നുണ്ട്.